സോഷ്യൽ മീഡിയ തിളങ്ങി നിൽക്കുന്ന ഒരു കപ്പിളാണ് പൂജ ആൻഡ് അമൽ. പുതിയ അച്ഛനും അമ്മേനും ചേട്ടനൊക്കെ ഇട്ടിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഞങ്ങളെല്ലാം ഒരേ വൈബാ. ഏതാ മൂഡ്? ചിൽ മൂഡ്. എടാ പൂജ സ്കൂളിൽ പോകുന്നുണ്ട്, നീ എവിടെയാണ് പോകുന്നത്? ജോലിക്ക് പോകുന്നില്ല? ജോലി ഇല്ലാത്ത സമയത്താണ് ഞാൻ എടുക്കുന്നത്. എന്താണ് കാണിക്കാത്തത്? അല്ല കാണിക്കാതെന്നല്ല, ഇപ്പൊ ജോലി കുറവാ. എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ പൂജ സ്കൂളിൽ പോകുന്ന കാണിക്കുന്നുണ്ട്, നിങ്ങൾ അടുക്കയും ജോലി ചെയ്ത് കാണിക്കുന്നുണ്ട്, അമ്മല് ജോലിക്ക് പോകുന്നു. പിന്നെ +1 റിസൾട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാരും പറയുന്നത് +1 റിസൾട്ട് വന്നെങ്കിൽ അത് എന്തുകൊണ്ട് കാണിക്കുന്നില്ല? കള്ളം പറയാനല്ല, എല്ലാം ഡബിൾ പാസ് ആയിട്ടുണ്ട്. A+, എനിക്ക് ഒരു A+ ഉള്ളൂ, ബാക്കിയെല്ലാം ഡബിൾ പാസ് ആയിട്ടുണ്ട്. ഈ വീഡിയോസ് ഫുള്ള് കാണാതെ ചിലവരൊന്നും ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ എന്ത് അഡ്വൈസാ കൊടുക്കുന്ന സൊസൈറ്റിക്ക് എന്താണ് കൊടുക്കുന്നതെന്ന്. നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയിൽ നിങ്ങളുടെ വീടൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. വീട്ടിലെന്താ വൃത്തിയില്ല? അത് പഴയൊരു വീട്, അത് അങ്ങനെ പറ്റൂ. ഇതാണോ വീട്? ഓലപ്പരയാണോ വീട്? എന്തൊക്കെ അറിയണോ? ഞങ്ങളിനി പെട്ടെന്ന് പുതിയ വീടൊക്കെ വെക്കും. പ്ലാൻ ഉണ്ടോ? വീടൊക്കെ വീടുണ്ട്, വീട് വെക്കുന്നത്. അത് പഴയ വീട്, അത് മാറ്റുന്നുണ്ട്. എനിക്ക് 18 വയസ്സായപ്പോ ഞാൻ ചാടിപ്പോയി. അങ്ങനെയൊക്കെ എല്ലാരും അങ്ങനെയൊക്കെ തന്നെ പറയുന്നത്. പക്ഷെ ഞങ്ങളുടെ അവസ്ഥ എന്താ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. സ്വന്തം അച്ഛനും അമ്മേനും വിട്ട് കളഞ്ഞിട്ട് ഇപ്പൊ പോയത് പിന്നെ ഒരു നാൾ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവർക്കും പുറത്തുനിന്ന് കാണുമ്പം എല്ലാവർക്കും ആ ഒരു ഇത് കാണും. ഇപ്പൊ +2 കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്നെ കെട്ടിക്കാനൊക്കെ ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് വെച്ചും പിന്നെ വീട്ടില് നല്ല സീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓരോരുത്തരുടെ ഇഷ്ടം അത്. ഇത് ഞങ്ങളുടെ ഇഷ്ടം ഇങ്ങനെ ചെയ്യുന്നത്. അത് മറ്റുള്ളവർ അതുപോലെ ചെയ്യണമെന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. ഇത് ആർക്കും ഞങ്ങളൊരു ഇൻഫ്ലുവൻസ് ആയിട്ട് കൊടുക്കുന്നില്ല. ആരും ഇങ്ങനെ ചെയ്തതെന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ എല്ലാ വീഡിയോസിലും. അപ്പൊ ഞങ്ങള് എന്തെങ്കിലും വീഡിയോ ഇടും, പിറ്റേ ദിവസം അവരതെടുത്ത് റിയാക്ഷൻ ചെയ്യും. അവര് പിന്നെയും എന്റെ വീട്ടുകാരുടെ സങ്കടം അതും പറഞ്ഞാണ് അവര് വരുന്നത്. എനിക്കില്ലാത്ത സങ്കടം ഇവർക്ക് ഇവരുടെ വീട്ടുകാർക്ക് ഇല്ലാത്ത സങ്കടം അവർക്കും. പിന്നെ അവരുടെ കുറച്ച് കമന്റ് ഉണ്ട്. സ്കൂളിലേക്കൊക്കെ പോകുമ്പോ കാണാറുണ്ടോ ആരെയൊക്കെ? സ്കൂളിൽ പോകുമ്പോ ഞാൻ മാസ്ക് ഇട്ടുണ്ടാകും. നമ്മളോട് വന്ന് മിണ്ടുവാണെങ്കിൽ കുഴപ്പമില്ല. ഇതെല്ലാരും അവിടെ നിന്ന് ഇങ്ങനെ നമ്മളെ നോക്കി ഭയങ്കര അത്ഭുതമായിട്ട് നിൽക്കുമ്പോ അല്ല എല്ലാരും ഇങ്ങനെ വിളിച്ച് കാണിക്കും ഇങ്ങനെ നമുക്ക് ഒരുമാതിരിയാവും. ഒരുത്തൻ ഇൻസ്റ്റയില് മെസ്സേജ് ഇട്ടായിരുന്നു, തെറി വിളിച്ചായിട്ട്. അത് പറയാൻ പറ്റത്തില്ല, തെറിയായിരുന്നു. കേസൊക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നേ. കാണാറുണ്ടോ ആരെയെങ്കിലൊക്കെ? ഒരു വട്ടം ചേട്ടനെ ഒരു വട്ടം കണ്ടായിരുന്നു. സംസാരിച്ചു വന്നിട്ട്? അതെന്താ? ചേട്ടനോട് സംസാരിച്ചിട്ട് ഞാനും ചേട്ടൻ ദൂരം നിന്ന് കണ്ടയാണോ അതോ? അല്ല, എന്റെ അടുത്തൂടെ പോയി. എന്നിട്ടൊന്നും മിണ്ടിയില്ലേ? അവ അടുത്തൂടെ ഇങ്ങനെ പോയി, ഞാൻ അവന്റെ അടുത്തോട്ട് ഇങ്ങനെ പോയി. ഹലോ എവരിവൺ, ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സോഷ്യൽ മീഡിയ തിളങ്ങി നിൽക്കുന്ന ഒരു കപ്പിളാണ്. ലെറ്റ്സ് വെൽക്കം പൂജ ആൻഡ് അമൽ. ഹലോ. ഊർജ്ജമില്ലല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ തിളങ്ങി നിൽക്കുന്ന ഒരു കപ്പിൾസ് ആണ് നിങ്ങൾ. അപ്പൊ എങ്ങനെയുണ്ട് സോഷ്യൽ മീഡിയ ജീവിതം, അല്ലെങ്കിൽ യൂട്യൂബർ ആയിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ജീവിതം? കുഴപ്പമില്ല, നന്നായിട്ടൊക്കെ പോകുന്നു. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? തുടങ്ങിയതല്ലേ ഉള്ളൂ. ഓക്കെ. അല്ല, യൂട്യൂബിലൊക്കെ നന്നായിട്ട് നല്ല ഫോളോവേഴ്സും പിന്നെ വ്യൂവേഴ്സും നല്ല രീതിയിലുണ്ട്. പിന്നെ കമന്റ് പറയാൻ വേണ്ടി കുറെ പേര് വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? വീട്ടിലൊക്കെ ആരെങ്കിലും ഇങ്ങനെ കമന്റ് ഒക്കെ പറഞ്ഞിട്ട് വരാറുണ്ടോ? വീട്ടിലാരും വരത്തില്ല. അമ്മയോടൊക്കെ പറയാറുണ്ടോ? എന്താ പറയാറുണ്ട്? നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ അമ്മ എന്റെ അമ്മയോടാണ്. അമ്മയോട് അമ്മയുടെ ഒന്നും ആരും കമ്മലൊന്നും പറഞ്ഞു വരുത്തൊന്നുമില്ല. വീട്ടില് അങ്ങനൊന്നുമില്ല. ആൾക്കാരൊക്കെ പറയും, അതേ ഉള്ളു. ഞങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയാൻ അതേ ഉള്ളു. മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര മാസമായി? 4 മാസം. 4 മാസം. എങ്ങനെയുണ്ട് മാരേജ് ലൈഫ്? എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് തോന്നുന്നു. എല്ലാരും പറയുന്ന മാരേജ് ലൈഫ് ഭയങ്കര ഉഴപ്പായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. കാരണം പൂജയ്ക്ക് 18 വയസ്സായിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ അത്യാവശ്യം ഒരു 5 വയസ്സ് 6 വയസ്സ് വ്യത്യാസം ഏജ് വ്യത്യാസമുള്ളത്. അപ്പൊ എല്ലാരും പറയും നിങ്ങളുടെ ലൈഫ് നല്ല തേഞ്ഞു പോകുന്നൊക്കെ പറയുന്ന ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട്. അപ്പൊ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടോ? വിചാരിച്ചൊരു മാരേജ് ലൈഫാണോ ഇപ്പൊ കിട്ടുന്നത്?
നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ ആണ് ആണ് ആണ്. ആണ്. ഓക്കെ. ഇപ്പൊ അമ്മ ഇപ്പൊ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയിൽ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനിടയിൽ കുറെ കമന്റ്സ് വന്നത്, കുറച്ച് കഴിയുമ്പോൾ അവർ പോവുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അമ്മ തുന്നൽ മിഷനിൽ തുണി തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനത്തെ കമന്റ് ഒക്കെ വരുന്നത്. ആക്ച്വലി അമ്മയുടെ റിയാക്ഷൻ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് കൂളാണ്, പുള്ളിക്കാരത്തി എൻജോയ് ചെയ്യുന്നുണ്ട് ലൈഫ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ കമന്റ്സ് അങ്ങനെ വരുന്നുണ്ട്. അതിനോട് നിങ്ങളുടെ റിയാക്ഷൻ എന്താ? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മ ഞങ്ങളുടെ കൂടെ തന്നെ സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കുന്നത്. പിന്നെ അമ്മ അപ്പൊ അവിടെ തയ്ച്ചോണ്ടിരുന്നേ, അപ്പം അപ്പൊ ഞങ്ങൾ ഞങ്ങൾ ഇടയ്ക്കൂടെ വീഡിയോ എടുത്തതേ ഉള്ളൂ. പെട്ടെന്ന് എന്താ അതുകൊണ്ട് അമ്മ പിന്നെ അമ്മയുടെ കാര്യം നോക്കിയിരുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ. അച്ഛനോ? അച്ഛനും കുഴപ്പം. അച്ഛനവിടെ ടി വി കണ്ടുകൊണ്ടിരുന്ന് അച്ഛന് വലിയ ഇതിനെപ്പറ്റി വലിയ ഇതില്ല, അങ്ങനെയൊന്നും അറിയത്തില്ല. അച്ഛനും അമ്മയ്ക്ക് വീഡിയോ ഒക്കെ കാണാറുണ്ടോ? ആ വീഡിയോ ഒക്കെ ഇട്ട് അതെല്ലാം കാണിക്കാറുണ്ട്. കാണാറുണ്ട്. എന്നിട്ട് എന്തോ പറയാറുണ്ട്? ചുമ്മാ കണ്ടിച്ചിരിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ. ചേട്ടനോ? ചേട്ടന് നമ്മുടെ വീഡിയോയിലൊന്നും കണ്ടിട്ടില്ല, മിന്നായം പോലെ കണ്ടിട്ടേ ഉള്ളൂ. അത് ചേട്ടൻ വീഡിയോ എടുക്കാൻ ടൈം ആകുമ്പോ ഓടിക്കളയും. ആണോ? വീഡിയോ എന്ന് പറയുമ്പോഴാ മാറും, അതേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമില്ല, കാണിക്കാം. ഓക്കെ. പിന്നെ +1 റിസൾട്ട് വന്നു. +1 റിസൾട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാരും പറയുന്നത് +1 റിസൾട്ട് വന്നെങ്കിൽ അത് എന്തുകൊണ്ട് കാണിക്കുന്നില്ല, എത്രയാണ് മാർക്ക്, എത്ര A+ ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ കാണിക്കാന് +1 റിസൾട്ട്? ഞങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്. എല്ലാം പാസ്സായി എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മാർക്ക് കാണിക്ക് എന്നൊക്കെയാണ് പറയുന്നത്. തന്നു, അതിന്റെ ആവശ്യമില്ല. എങ്ങനെയുണ്ട് മാർക്ക്? പറ. മാർക്ക് നല്ല മാർക്കുണ്ട്. മാർക്ക് എത്രയാണെന്ന് പറയാന്ന് ഞാൻ പറഞ്ഞത്. എല്ലാത്തിനും മാർക്ക് പറയണോ? അങ്ങനെ അതാണ് എല്ലാവർക്കും അറിയണ്ടത്. എല്ലാരും ഇങ്ങനെ ചോദിക്കുന്നത് എത്ര മാർക്ക് അങ്ങനെ ചോദിക്കുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മാർക്ക് ലിസ്റ്റ് ഒന്ന് കാണിക്ക്, ഇങ്ങനെയൊക്കെ കമന്റ് ബോക്സിൽ പറയുന്നത്. നിങ്ങൾ കള്ളം പറയാന്നുള്ള രീതിയിലാണ് പറയുന്നത്. കള്ളം പറയാനല്ല, എല്ലാം ഡബിൾ പാസ് ആയിട്ടുണ്ട്. A+ എനിക്ക് ഒരു A+ ഉള്ളൂ, ബാക്കിയെല്ലാം ഡബിൾ പാസ് ആയിട്ടുണ്ട്. എല്ലാം B+ ഇപ്പൊ പുതിയ സ്കൂളിൽ പോവാൻ തുടങ്ങിയല്ലേ? പുതിയ സ്കൂളിലായി. എങ്ങനെയുണ്ട് പുതിയ സ്കൂളിലൊക്കെ പോയിട്ട് ലൈഫ്? പുതിയ സ്കൂളിൽ പ്രത്യേകിച്ച് കുഴപ്പമില്ല, കൊള്ളാം. ഫ്രണ്ട്സ് ഒക്കെ ആയി, സൂപ്പർ ആയിട്ട്. ഫ്രണ്ട്സ് ഒക്കെ ഈ വീഡിയോന്റെ കാര്യമൊക്കെ സംസാരിക്കാറുണ്ടോ? എല്ലാരും വീഡിയോസ് ഒക്കെ കാണും. ടീച്ചേഴ്സൊക്കെ? ടീച്ചേഴ്സിനും കുഴപ്പമൊന്നുമില്ല, വലുതായിട്ട് ഇതിനെ പറ്റി എന്നോട് സംസാരിക്കില്ല. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആരും സംസാരിക്കാറില്ല. ഞാൻ ചെല്ലുന്നു, പഠിക്കുന്നു, പോരുന്നു, അത്രേ. ഓക്കെ. അങ്ങനെ അല്ലാതെ ഈ വീഡിയോന്റെ കാര്യം സംസാരിക്കലും ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അവരിങ്ങനെ കണ്ടെന്നൊക്കെ പറയാം, വീഡിയോസ് കണ്ട് അങ്ങനെയൊക്കെ പറയാം. സപ്പോർട്ട് ഉണ്ട് എല്ലാവരുടെ ഭാഗത്തുനിന്ന്, ഫ്രണ്ട്സിന്റെ? അവരെങ്ങനെ അധികമായിട്ട് നമ്മുടെ പേഴ്സണൽ കാര്യത്തിൽ അങ്ങനെ ചോദിക്കെടുക്കത്തൊന്നുമില്ല. അല്ലാതെ ഇങ്ങനെ വീഡിയോസിനെ പറ്റിയൊക്കെ ചോദിക്കും. വീഡിയോസ് ഇടുമ്പോ ഇങ്ങനെ കണ്ടെന്നൊക്കെ വന്ന് പറയും, ഒക്കെ ഉള്ളു. ഓക്കെ. പിന്നെ കൂടുതൽ നിങ്ങൾക്ക് വരുന്ന നെഗറ്റീവ് കമന്റ്സ് ആണ്. ഒരു ഭൂരിപക്ഷം കമന്റ്സ് നമ്മൾ കാണുന്നത് നെഗറ്റീവ് കമന്റ്സ് ആണ്. പറയുന്നത് ഇപ്പൊ ലൈഫ് നിങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ, എന്തിനാ ഇങ്ങനെ ചെയ്ത്. ആ അച്ഛനും അമ്മയും നിങ്ങൾ ഹാപ്പിയാന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ അങ്ങനെ കാണില്ല. പൂജയുടെ പാരൻസിന്റെ കാര്യവും പറയുന്നത്, പൂജ ഫാമിലിനെ വിട്ടു വന്നത് വലിയൊരു തെറ്റാണ്. ഈ അമ്മമാരൊക്കെ വന്നിട്ട് കമന്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. മോനെ നീ എന്തിനാ ഇപ്പൊ തന്നെ പോയത്, സ്വന്തം മക്കളുടെ ലൈഫിലുണ്ടായ പോലെ അവർ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. സ്വന്തം അച്ഛനെയും അമ്മേനും വിട്ട് കളഞ്ഞിട്ട് ഇപ്പൊ പോയത് പിന്നെ ഒരു നാൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതിനോടൊക്കെ ഉള്ള റിയാക്ഷൻ എന്താ? എല്ലാവർക്കും പുറത്തുനിന്ന് കാണുമ്പം എല്ലാവർക്കും ആ ഒരു ഇത് കാണും. ഞങ്ങളിപ്പോ പെട്ടെന്ന് എനിക്ക് 18 വയസ്സായപ്പോ ഞാൻ ചാടിപ്പോയി, അങ്ങനെയൊക്കെ അങ്ങനെ എല്ലാരും അങ്ങനെയൊക്കെ തന്നെ പറയുന്നത്. പക്ഷെ ഞങ്ങളുടെ അവസ്ഥ എന്തോ ഞങ്ങൾക്ക് അറിയത്തുള്ളായിരുന്നു. അപ്പൊ +2 കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്നെ കെട്ടിക്കാനൊക്കെ ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു വെച്ചും പിന്നെ വീട്ടില് നല്ല സീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് വരാൻ തോന്നി. പിന്നെ വന്നു കഴിഞ്ഞാലും മുന്നോട്ട് പഠിപ്പിക്കും, എന്റെ കാര്യങ്ങളൊക്കെ നടക്കും എനിക്ക് അറിയാം, എന്നിട്ട് നോക്കുന്നൊക്കെ അറിയാം. പിന്നെ എനിക്ക് അങ്ങനെ കമന്റ്സ് വരുന്നുണ്ട്, അവൻ നന്നായി നോക്കുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ ഇത്ര പ്രശ്നം എന്നും ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്. പിന്നെ കൂടുതൽ നിങ്ങൾക്ക് കുഞ്ഞു പിള്ളേരാണ് ഫോളോവേഴ്സ് ഉള്ളതാണ് കമന്റ് വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നത്. കൂടുതൽ നിങ്ങൾക്ക് ഫോളോവേഴ്സും പിന്നെ കമന്റ് ചെയ്യുന്നത് ഈ കുഞ്ഞു പിള്ളേരാണ്. നിങ്ങൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന രീതിയിലും മെസ്സേജസ് വരുന്നുണ്ട്. കാരണം പൂജയ്ക്ക് 18 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ഈ ചെറുപ്രായത്തിൽ തന്നെ വേറൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു പോയി, അമ്മേനെയും അച്ഛനും വിട്ട് കളഞ്ഞിട്ട് വേറെ വീട്ടിലേക്ക് പോയി. അപ്പോ
ഇത് നിങ്ങൾ വേറെ ആൾക്ക് കൊടുക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് അല്ലേ എന്ന രീതിയിലാണ് പറയുന്ന ആൾക്കാർ മൊത്തം. ഞങ്ങൾ എല്ലാ വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആർക്കും ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കുന്നില്ല. എല്ലാ വീഡിയോസിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആർക്കും കൊടുക്കുന്നില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഇത് ഞങ്ങളുടെ ഇഷ്ടം ഇങ്ങനെ ചെയ്യുന്നത്. അത് മറ്റുള്ളവർ അതുപോലെ ചെയ്യണമെന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. ഇത് ആർക്കും ഞങ്ങളൊരു ഇൻഫ്ലുവൻസ് ആയിട്ട് കൊടുക്കുന്നില്ല. ആരും ഇങ്ങനെ ചെയ്യരുതെന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ എല്ലാ വീഡിയോസിലും. ഞങ്ങൾ ചെയ്ത് ശരിയാന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കാൻ തോന്നി, ഞാൻ അങ്ങനെ ചെയ്തു വന്നു. അതുപോലെ മറ്റൊരാൾ അങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾ ഒരിക്കലും പറയത്തില്ല. ഞങ്ങളത് എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ അതിനുവേണ്ടിയല്ല വീഡിയോസ് ഇടുന്നത്, പ്ലാറ്റ്ഫോം കിട്ടി അതുകൊണ്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ തോന്നി ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു. പിന്നെ ഈ വീഡിയോസ് ഫുള്ള് കാണാതെ ചിലവരൊന്നും ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ എന്ത് അഡ്വൈസാ കൊടുക്കുന്ന സൊസൈറ്റിക്ക് എന്താണ് കൊടുക്കുന്നതെന്ന് ഒക്കെ പറഞ്ഞോണ്ട്. ഞങ്ങളൊന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഞങ്ങൾ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. പക്ഷെ ഇത് കാണാതെ ചുമ്മാ വന്ന് കമന്റ് ബോക്സിൽ ഇടുന്ന കുറെ എണ്ണങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഫോളോവേഴ്സ്, പിന്നെ റിയാക്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ റിയാക്ഷന്റെ കാര്യം പറഞ്ഞപ്പോഴാ സോഷ്യൽ മീഡിയ മൊത്തം യൂട്യൂബ് എടുത്ത് നോക്കിയാൽ മൊത്തം നിങ്ങളെ ട്രോളിങ് കൊണ്ടുള്ള വീഡിയോസും റിയാക്ഷൻ വീഡിയോസും ഉള്ളത്. നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? റിയാക്ഷൻ ചെയ്താൽ ഞങ്ങൾക്ക് ഗുണമേ ഉള്ളു. പക്ഷെ അതെ, പക്ഷെ ഇപ്പൊ ചെയ്തവര് ആദ്യം ഇന്റർവ്യൂ എടുത്തത് അത് തന്നെ കുറെ പേര് റിയാക്ഷൻ ചെയ്ത് അവര് തന്നെ പിന്നെയും ഞങ്ങളുടെ ഓരോരോ വ്ളോഗ്, ഓരോ വീഡിയോസ്, ഇപ്പൊ ഞങ്ങൾ യൂട്യൂബിൽ ഇട്ട ഓരോരോ വീഡിയോസ് അവര് വീണ്ടും എടുത്തിട്ട് റിയാക്ഷൻ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഞങ്ങള് എന്തെങ്കിലും വീഡിയോ ഇടും, പിറ്റേ ദിവസം അവരതെടുത്ത് റിയാക്ഷൻ ചെയ്യും. അവർക്കൊരു കണ്ടന്റ്, പക്ഷെ അവർക്ക് കിട്ടുന്നെങ്കിൽ വ്യൂസ് ഞങ്ങൾക്കുണ്ട്. അതെ, അവര് പക്ഷെ അങ്ങനെ അവര് പിന്നെയും എന്റെ വീട്ടുകാരുടെ സങ്കടം അതും പറഞ്ഞു അവര് വരുന്നത്. എനിക്കില്ലാത്ത സങ്കടം ഇവർക്ക് ഇവരുടെ വീട്ടുകാർക്ക് ഇല്ലാത്ത സങ്കടം അവർക്കും, പിന്നെ അവരുടെ കുറച്ച് കമന്റ് ഇടുന്ന ആൾക്കാർക്ക്. പിന്നെ യങ്സ്റ്റേഴ്സ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു, കുഞ്ഞു പിള്ളേരാണ് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ അതില് റിയാലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല, ഞങ്ങളുടെ ആരും അങ്ങനെ നിങ്ങൾക്ക് കമന്റ് ഇടുന്നത് കൂടുതൽ ഈ കുഞ്ഞു പിള്ളേരെന്നുള്ള രീതിയിൽ പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ കമന്റ് ബോക്സ് വായിക്കുമ്പോ ചേച്ചി ചേട്ടാന്ന് പറയുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, പൂജേനേക്കാളും ചെറുതാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോ നിങ്ങൾ ഇങ്ങനെ വീഡിയോ ഇടുന്ന അവർക്കൊരു ഇൻഫ്ലുവൻസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾക്ക് തോന്നുന്നില്ല. എന്ത് ഇൻഫ്ലുവൻസ്, അത് അവരെങ്ങനെ കാണുന്നേ ഉള്ളു, അത് അവരെങ്ങനെ എടുക്കും അതേ ഉള്ളു. അല്ലാതെ ഇനി ഞങ്ങളായിട്ടൊന്നും പറഞ്ഞൊന്നും കൊടുത്തിട്ടില്ല. അവരത് എങ്ങനെ എടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആർക്കും ഇൻഫ്ലുവൻസ് ആയിട്ട് വരുന്നില്ല ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പം യൂട്യൂബിൽ അങ്ങനെ ഒരു ഇത് കിട്ടിയപ്പം നമ്മൾ വെറുതെ എന്തിനത് പാഴാക്കി കളയുന്നത്. അപ്പൊ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മൾ നമ്മുടേതായിട്ട് ഓരോരോ വീഡിയോസ് ഇട്ട് കൊടുക്കുന്നു, അവരത് കയറി കാണും, അത്രേ ഉള്ളൂ. റിയാക്ഷൻ കാണുന്നവരും എന്ത് വ്യൂസിന് വേണ്ടിട്ട് ചെന്ന് ഞങ്ങളും വ്യൂസിന് വേണ്ടിട്ട് ചെന്ന്, അത്രേ ഉള്ളൂ വ്യത്യാസം. അവരിങ്ങനെ ഞങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് അവര് വ്യൂസ് ഉണ്ടാവും. അല്ല, കിട്ടി തുടങ്ങിയില്ല, ഈ മാസത്തോട്ട് കിട്ടി തുടങ്ങും. നല്ല റീച്ച് ഉണ്ട് വീഡിയോസിന് എല്ലാത്തിനും. അത്യാവശ്യം നല്ല റീച്ച്. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ യൂട്യൂബിനകത്ത് എന്ത് കോണ്ടന്റ് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങളിങ്ങനെ ചുമ്മാ പാചകമായി അല്ല, പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും തോന്നുമ്പോ അപ്പൊ എടുത്തങ്ങ് എന്തെങ്കിലും ചെയ്യാൻ നേരത്തെ അത് എടുത്തിടാൻ തോന്നുന്നു, അത് അങ്ങനെ ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ എല്ലാവർക്കും അറിയേണ്ടത്, പൂജ സ്കൂളിൽ പോകുന്ന കാണിക്കുന്നുണ്ട്, നിങ്ങൾ അടുക്കയും ജോലി ചെയ്ത് കാണിക്കുന്നുണ്ട്, അമ്മല് ജോലിക്ക് അതൊരു റെക്കമെൻഡഡ് വീഡിയോ ആണ് അത്. ഉറപ്പായിട്ടും എന്താണ് കാണിക്കാത്തത്? അല്ല, കാണിക്കാതെന്നല്ല, ഇപ്പൊ ജോലി കുറവാ. ജോലിക്ക് പോകുന്ന എന്തായാലും ഇടും, ഉറപ്പായിട്ട് ഇടും. എല്ലാവർക്കും അതാണ് അറിയേണ്ടത്. ഉറപ്പായിട്ട് ഇടും. എല്ലാരും പറയുന്നത് ഇങ്ങനെ ജോലിക്ക് പോവാതെ. അല്ല, ഇപ്പൊ ഞാൻ മാത്രം ജോലിക്ക് പോവാണെങ്കിലേ, പൂജ സ്കൂളിൽ പോകുന്നുണ്ട്, നീ എവിടെയാണ് പോകുന്നത്? ജോലിക്ക് പോകുന്നില്ല. അല്ല, ജോലി ഇല്ലാത്ത സമയത്താണ് ഞാൻ എടുക്കുന്നത്. അല്ല, ഞാൻ ഞങ്ങള് കൊറേ വീഡിയോസ് എടുത്ത് വെക്കും, പിന്നെ എന്നിട്ട് ഓരോ ദിവസമായിട്ട് ഞങ്ങൾ ഇട്ടോണ്ടിരിക്കും, അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ പിന്നെ എനിക്ക് അങ്ങനല്ല, ഇപ്പൊ ഞാനിപ്പോ ഒറ്റയ്ക്കുള്ള കാണാൻ ഇവളോട് ഉണ്ടെങ്കിലല്ലേ കാണത്തുള്ളൂ. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇടാം, നോക്കാം, ഒറ്റയ്ക്ക് ഒരു വ്ലോഗ് നോക്കാം. എല്ലാവർക്കും അറിയാലോ, പിന്നെ അറിയാമെങ്കിലും ഇവളൂടെ ഉള്ളപ്പോ അല്ലേ കാണാൻ ഒരു ഇത് കാണുന്നത്, അല്ലെങ്കിൽ റീച്ച് വ്യൂസ് കിട്ടത്തില്ല. ഇല്ല, ഇട്ട് നോക്കിട്ടില്ല. ഞാൻ ഇട്ട് കുറച്ചുകൂടെ ആയിട്ടിടാന്ന് വിചാരിച്ചു. ഇപ്പൊ ഒറ്റയ്ക്കൊക്കെ വ്ലോഗ് ചെയ്ത് നടക്കത്തില്ല, കേറി വെറുതെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇടും, ഉറപ്പായിട്ട് ഇടും. ജോലിക്ക് പോകുന്നില്ല ആരും വിചാരിക്കരുത്. ഉറപ്പായിട്ട് ഇടും. ഓക്കെ, പിന്നെ ഐഫോൺ മേടിച്ചു,
സർപ്രൈസ് ആയിട്ട് കൊടുത്ത്. അത് പക്ഷെ അഭിനയാന്നൊക്കെ ആൾക്കാർ പറയുന്നത് ശരിക്കും സർപ്രൈസ് ആയിരുന്നു. അത് ഓവർ ആക്ടിങ് ആയിരുന്നു. അല്ല, ആദ്യം എനിക്ക് സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്ന് തന്നു. പക്ഷെ അത് ഞങ്ങള് വീഡിയോ എടുത്തില്ല. പിന്നെ സർപ്രൈസ് ആയിട്ട് അപ്പൊ അഭിനയമായിരുന്നു. രണ്ടാമത് കൊണ്ടുവന്നത് ഞങ്ങള് പിന്നെ ഇവ വീഡിയോ എടുക്കണം, അപ്പൊ നീ അഭിനയിക്കണം, ഞാൻ ഒന്നുകൂടെ കൊണ്ടുവന്ന് തരാന്ന് പറഞ്ഞു. പക്ഷെ അത് ആദ്യം കൊണ്ടുവന്ന് സർപ്രൈസ് ആയിട്ട് തന്നായിരുന്നു. അല്ല, ഫോൺ എടുത്തപ്പോഴേ ഓൺ ആയിരിക്കുന്നത്, ഇൻസ്റ്റയിൽ നോട്ടിഫിക്കേഷൻ വന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ആദ്യം എനിക്ക് കൊണ്ടുവന്ന് തന്നപ്പം സർപ്രൈസ് ആയിട്ട് തന്നെ വാങ്ങിക്കൊണ്ടുവന്ന് തന്നൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ വീഡിയോ ആയിട്ട് എടുത്തത്. ഓക്കെ, എന്നിട്ട് ഐഫോൺ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാര്. ഐഫോൺ വീഡിയോ എടുക്കുന്നത് ഏതൊരു വീഡിയോനകത്ത് പൂജയുടെ വേറെ ഏതൊരു ഫോണായിരുന്നു തോന്നുന്നു. പൂജയുടെ നിങ്ങളുടെ ആദ്യം വേറൊരു ഫോൺ. അപ്പൊ എല്ലാരും ചോദിക്കുന്നു ഐഫോൺ ആയി, എന്നിട്ട് നിങ്ങളുടെ ഐഫോൺ എന്ത് ചെയ്യും? ഇതൊക്കെയാണ് ആൾക്കാർക്ക് അറിയേണ്ടത്. ആണോ? അപ്പൊ ആർക്കപ്പൊ സർപ്രൈസ് ആർക്കായിരുന്നു? അല്ല, ഞാൻ ഉപയോഗിക്കുന്നില്ല, ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ ഞാനില്ല, ഞാനത് നോക്കി. സ്കൂളിൽ പോകുമ്പോ ഇവന്റെ പഴയ ഫോൺ കൊണ്ടുപോകും, ഇതും കൊണ്ട് ഞാൻ പോകത്തില്ല. ഓക്കെ. പിന്നെ പഠിത്തൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. എക്സാം ആയോ? ഇല്ല, എക്സാം മാർച്ച് ടൈമിലാണല്ലോ എക്സാം വരുന്നത്. ഓക്കെ. ഇപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പിൾസ് ആണ് നിങ്ങൾ. അപ്പോൾ ഇപ്പൊ എങ്ങനെയുണ്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ റീച്ചും? പിന്നെ നിങ്ങൾക്ക് വേറെ വല്ല പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ? പ്രൊമോഷൻസ് ഒക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. കുറച്ച് ഇപ്പൊ കുറവാ, നേരത്തെ ഉണ്ടായിരുന്നു. അതെങ്ങനെ ഇൻകൊക്കെ കിട്ടുന്നുണ്ടോ നല്ല രീതി? അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം കിട്ടുന്നുണ്ട്. നിങ്ങൾ വൺ വേർഡിൽ ഉത്തരം പറയുന്നുണ്ട്, ഞാൻ നോക്കുന്നേ. ഒന്നും പറയാൻ പറ്റാത്ത പോലെ ഇരുന്ന് പറയുന്ന പോലെ തോന്നി. നാണമാണോ? ഓക്കെ. ഇപ്പൊ അച്ഛൻ അമ്മ ഇപ്പൊ നിങ്ങളുടെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഞങ്ങൾ കണ്ടു. അച്ഛൻ പക്ഷെ എന്താ പെട്ടെന്ന് വന്നിട്ട് ആരോ എന്തോ പറഞ്ഞു പോയ പോലെയാണ് നമ്മൾ കണ്ടത്. അപ്പൊ അച്ഛനും അമ്മേനും ചേട്ടനും എല്ലാരും കൂടെ നിർത്തിയിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യോ? അങ്ങനെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശമുണ്ട്. പക്ഷെ വീഡിയോ എടുക്കുന്ന ടൈം ആകുമ്പോഴത്തേക്ക് വീട്ടിൽ ചേട്ടൻ കാണത്തില്ല, ചേട്ടൻ പുറത്തു വല്ലതും ആയിരിക്കും. ഫോണും കൊണ്ട് വരത്തില്ല, ചേട്ടൻ അവിടെ നിന്ന് ഓടും. പിന്നെ അച്ഛനടുത്ത് ഞങ്ങൾ നേരത്തെ പറയത്തില്ല, ഞങ്ങൾ വീഡിയോ എടുത്തോണ്ട് പെട്ടെന്ന് ചെല്ലത്തേ ഉള്ളു അവരടുത്തോട്ട്. അപ്പൊ അമ്മ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, അമ്മ ഭയങ്കര ആക്റ്റീവാ. അച്ഛൻ പെട്ടെന്ന് എടുത്തോണ്ട് ഇവരെന്തോ ചെയ്യുന്നതെന്ന് ഇങ്ങനെ അച്ഛനെ നോക്കിയിരിക്കും. പിന്നെ എനിക്ക് അച്ഛന് മനസ്സിലാവുന്നത് ഞങ്ങൾ വീഡിയോ എടുക്കുവാണെന്നൊക്കെ. പെട്ടെന്ന് അച്ഛന് കത്തത്തൊന്നുമില്ല. ഇപ്പൊ പുതിയ അച്ഛനും അമ്മേനും ചേട്ടനൊക്കെ ഇട്ടിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, ഞങ്ങളെല്ലാം ഒരേ വൈബാ. ഏതാ മൂഡ്? ചിൽ മൂഡ്. ഓക്കെ. ഇപ്പൊ നാട്ടുകാരൊക്കെ അമ്മയോട് എന്തെങ്കിലും ഒന്ന് പറയാറുണ്ടോ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട്? സെലിബ്രിറ്റീസിന്റെ അമ്മയാണല്ലോ എന്നൊക്കെ പറയാറുണ്ട് അമ്മയോട് വന്നിട്ട്. എന്നിട്ട് അമ്മ വീട്ടിൽ വന്നിട്ട് ഇതൊക്കെ ഒന്ന് പറയും. അമ്മ വന്നിട്ട് അപ്പൊ തന്നെ ഞങ്ങളോട് പറയും ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയാറുണ്ടെന്ന് പറയും. കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ വന്ന് പറയുന്നു. വീട്ടിലെ കാര്യങ്ങളും വരാണ്ടോ? അടുത്ത വീട്ടുകാരോ ആന്റിമാരൊക്കെ? ഇല്ലില്ല, ഞങ്ങളുടെ വീടിനടുത്തൊന്നും ആരും വരത്തില്ല, എല്ലാവർക്കും അറിയാലോ, അങ്ങനൊന്നും വരുത്തൊന്നുമില്ല. പിന്നെ ബന്ധുക്കൾ ആരെങ്കിലും വരാനില്ലല്ലോ, അല്ലാതെ അന്വേഷിച്ചൊന്നും ആരും വന്നിട്ടൊന്നുമില്ല. പിന്നെ വഴി വെച്ചൊക്കെ കാണുമോ നീ ഒരു ഹായ്, അത്രേ ഉള്ളൂ. സ്കൂളിലേക്കൊക്കെ പോകുമ്പോ കാണാറുണ്ടോ ആരെയൊക്കെ? സ്കൂളിൽ പോകുമ്പോ ഞാൻ മാസ്ക് ഇട്ടോണ്ടാ പോകുന്നത്. ഫാൻസുകാരനാണോ? അങ്ങനല്ല, എല്ലാരും നമ്മളോട് വന്ന് മിണ്ടുവാണെങ്കിൽ കുഴപ്പമില്ല. ഇതെല്ലാരും അവിടെ നിന്ന് ഇങ്ങനെ നമ്മളെ നോക്കി ഭയങ്കര അത്ഭുതമായിട്ട് നിക്കുമ്പോ എല്ലാരും ഇങ്ങനെ വിളിച്ച് കാണിക്കും, നമുക്ക് ഒരുമാതിരിയാവും, ഒരു ക്രിഞ്ച് പോലത്തെ സംഭവമാണ്. വന്നെന്തേലും മിണ്ടി അത്ര നല്ലത്, അല്ലാതെ ഇതിപ്പോ ആൾക്കാരെല്ലാം ചെയ്തിട്ട് പോകുമ്പോ എല്ലാരും കൂടെ കൂട്ടത്തോടെ ചൂണ്ടത്തില്ലേ, അങ്ങനെ. ഞാനതുകൊണ്ട് മാസ്ക് ഇട്ടുണ്ട്, പെട്ടെന്ന് അങ്ങ് പോകും. ബസ്സിൽ കയറും പിന്നെ പെട്ടെന്ന് ആരും ശ്രദ്ധിക്കത്തില്ല, അങ്ങനെ മാസ്ക് ഇട്ടിട്ട് ആരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ചിലതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും, കാണുമ്പോ തന്നെ. വലുതായിട്ട് ആർക്കും അങ്ങനെ മനസ്സിലാവത്തില്ല, ചിലതൊക്കെ മനസ്സിലാവും. ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടോ? അതുവരെയ്ക്കും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഒരുത്തൻ ഇൻസ്റ്റയില് മെസ്സേജ് ഇട്ടായിരുന്നു, തെറി വിളിച്ചായിട്ട്. അത് പറയാൻ പറ്റത്തില്ല, തെറിയായിരുന്നു. വലുതാണോ? വലിയ തെറി. പിന്നെ കേസൊക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നേ, പിന്നെ വിചാരിച്ച അതിന്റെ പുറകെ പോകുന്നില്ലെന്ന് വെച്ച്.
ഒരു ക്ലൂ തരുമോ? ആരും ഉദ്ദേശിച്ച എന്തെങ്കിലും പറയോ? അല്ല ഇതൊന്നും അല്ല, നോർമലായിട്ട് ഒരാൾ ഇങ്ങനെ നോർമലായിട്ട് വോയിസ് ഇട്ടത് ഇങ്ങനെ ഇങ്ങനെ തെറിയായിട്ട് ഇങ്ങനെ. ഒരാൾ വേറെ ഒന്നും വന്നിട്ടില്ല, ഒറ്റ ഒരെണ്ണം ഹായ് വന്നിട്ട് ബ്രോ എന്ന് പറഞ്ഞു. ഞങ്ങൾ അത് വോയിസ് കേൾക്കാൻ വേണ്ടി ഹായ് ബ്രോ എന്നായിരുന്നു അയച്ചത്. പിന്നെ വോയിസ് അതിനകത്ത് ഫുൾ പിന്നെ തെറിയായിരുന്നു. അല്ലാണ്ട് വേറെ അല്ല ഞാൻ യൂട്യൂബ് വീഡിയോ ഇട്ടതിനെ കുറിച്ച് അവൻ ചുമ്മാ അങ്ങനെ തെറി, അല്ല ഇൻസ്റ്റയില് മെസ്സേജ് ഇട്ട് വന്ന് യൂട്യൂബ് വീഡിയോ ഇട്ടപ്പം ഇൻസ്റ്റ വന്ന് ഇങ്ങനെ തെറി വിളിച്ചു. ഞങ്ങൾ അങ്ങനെ കളഞ്ഞു. പിന്നെ എന്റെ പുറകെ പോകാൻ നിന്നില്ല. പോയി കഴിഞ്ഞ പിന്നെ അതിന്റെ പുറകെ പോകേണ്ടി വരും അങ്ങോട്ട്. പിന്നെ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയിൽ നിങ്ങളുടെ വീടൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. വീട്ടിലെന്താ വൃത്തിയില്ലേ, വെടുപ്പില്ലേ? വൃത്തിയില്ല, അത് പഴയൊരു വീട്, അത് അങ്ങനെ പറ്റൂ. ഇനി അതിൽ ഇതാണോ വീട്? ഓലപ്പരയാണോ വീട്? ഓലപ്പര എന്തൊക്കെ അറിയണോന്ന്. അതെ, രണ്ട് ആമ്പിള്ളേരുള്ള വീടല്ലേ, അപ്പൊ അത് അങ്ങനെയും പറയുന്നുണ്ട്. 2 ആമ്പിള്ളേരുണ്ടായിട്ട് എന്താണ് നിങ്ങൾ ഈ ചെറിയ വീട്ടിൽ താമസിക്കുന്നേ? അങ്ങനെയും കമന്റ് ഉണ്ട്. ചെറിയ വീടൊന്നുമില്ല, എല്ലാവർക്കും കിടക്കാൻ റൂമൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. പക്ഷെ പഴയൊരു വീട് ഇച്ചിരി ഒരു വെട്ടക്കുറവ് അതേ ഉള്ളു. അത് ആ ഫോണിൽ എടുക്കുന്നോണ്ട് ഒരു വെട്ടക്കുറവ് അതൊക്കെ ഉള്ളു. നീറ്റായിട്ട് വെച്ചിട്ടില്ല, വൃത്തിയില്ല എന്നൊക്കെ പറയുന്നു. മാക്സിമം നീറ്റായിട്ടാണ് വെക്കുന്നത്. രണ്ടു മൂന്ന് തുണിയൊക്കെ അവിടെ എവിടെ കിടക്കുക, അതൊക്കെ വാരി അടിച്ചൊക്കെ ഇടും. അങ്ങനെ അതേ ഉള്ളു, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. കഴിഞ്ഞ വീഡിയോ എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തതാണ് ഞങ്ങൾ എടുക്കേണ്ടത്, വൃത്തിയാക്കുന്ന വീഡിയോ ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ എടുക്കാൻ, ചുമ്മാ ഇടണോന്ന് ഇങ്ങനെ കമന്റ് വന്നായിരുന്നു. അപ്പൊ ഞങ്ങൾ വൃത്തിയാക്കുന്നില്ല അത്. അപ്പൊ വൃത്തിയാക്കി കാണിക്കണമല്ലോ എങ്ങനെയാണ്. മെയിനായിട്ട് സ്പേസ് ഇല്ല, അതിനകത്ത് എല്ലാം കൂടെ കൊണ്ടുവന്ന് വെക്കുമ്പോ തന്നെ സ്പേസ് ഇല്ല. അങ്ങനെ എല്ലാം കൂടി ഇരിക്കുന്നതാണ് ഇപ്പൊ എല്ലാവർക്കും തോന്നി കൊറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ അകത്ത് വെച്ചിട്ടുണ്ട്. പഴയ പിന്നെ ഞങ്ങൾ ഇനി പെട്ടെന്ന് പുതിയ വീടൊക്കെ വെക്കും. പ്ലാൻ ഉണ്ടോ വീടൊക്കെ? വീടുണ്ട്, വീട് വെക്കുന്നത്. അത് പഴയ വീട്, അത് മാറ്റുന്നുണ്ട്. ഇപ്പൊ നിക്കുന്ന വീഡിയോ ആണോ? അല്ല വീടാണോ? ഇപ്പൊ നിക്കുന്ന വീട് മാറ്റുന്നുണ്ട്, അത് പഴയ വീടാ. അത് ഇപ്പൊ നിക്കുന്ന വീട് പൊളിച്ചിട്ട് അതിൽ തന്നെ പൊളിച്ചിട്ട് വേറെ വീട് വെക്കും. ഉടനെ കാണുമോ? ഉടനെ കാണുമെന്ന് പറഞ്ഞാ കാണും, ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും വീടല്ലേ, പെട്ടെന്ന് പണിയാൻ പറ്റുമോ? അപ്പൊ പൂജയുടെ വീട്ടില് ആരെങ്കിലും വിളിക്കോ, പറയാ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. ഇപ്പൊ ബ്രദറും അനിയത്തിയും ഒക്കെ ഉണ്ട് തോന്നുന്നു അല്ലേ? ബ്രദറുണ്ട്. കാണാറുണ്ടോ ആരെയെങ്കിലും ഒക്കെ? കാണാറുണ്ടോന്ന് ചോദിച്ചാ ഒരു വട്ടം ചേട്ടനെ ഒരു വട്ടം കണ്ടായിരുന്നു. സംസാരിച്ചോ എന്നിട്ട്? അതെന്താ? ചേട്ടനോട് സംസാരിച്ചില്ല, ഞാനും ചേട്ടനോട്. ദൂരെ നിന്ന് കണ്ടയാണോ അതോ? അല്ല, എന്റെ അടുത്തൂടെ പോയി. എന്നിട്ടൊന്നും മിണ്ടിയില്ലേ? അവ അടുത്തൂടെ ഇങ്ങനെ പോയി, ഞാൻ അവന്റെ അടുത്തോട്ട് ഇങ്ങനെ പോയി. അവ ഒന്നും മിണ്ടാത്തോണ്ട് ഞാനൊന്നും മിണ്ടില്ല. ഓക്കെ. പൂജക്ക് വിഷമോ ഇല്ലേ അച്ഛനും അമ്മേനെയും കളഞ്ഞിട്ട് പോന്നേന്? അവര് മിണ്ടാത്തതിന് ഒരു വിഷമോ ഇല്ലേ? അഭിനയിക്കുവാണോ എന്നൊക്കെ ആൾക്കാര് പറയുന്നുണ്ട്. ഞാൻ അഭിനയിക്കുന്നില്ല, ഇതെന്റെ റിയൽ ആയിട്ടുള്ള സ്വഭാവമാണ്. അഭിനയിക്കുന്നില്ല. ഇവിടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്. എന്റെ വീട്ടിൽ അച്ഛനും അമ്മ എങ്ങനെ നോക്കുന്നു അതുപോലെ നോക്കുന്നുണ്ട്. പിന്നെ ചേട്ടനുണ്ട്. എല്ലാരുമായിട്ട് ഞാൻ സൂപ്പറായിട്ട് അങ്ങനെ പോകുന്നോണ്ട് എനിക്ക് ആ ഒരു വിഷമം തോന്നിയിട്ടില്ല. അമ്മയും അച്ഛനും, പൂജയുടെ അമ്മയും അച്ഛനൊക്കെ വിളിക്കാറുണ്ടോ? എന്തെങ്കിലും നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടാവും എന്തായാലും. പറഞ്ഞെങ്കിലും അറിയുന്നുണ്ടാവും. റിലേറ്റീവ്സ് ആയിട്ടും ഇല്ല, വീട്ടുകാരായിട്ടും ഇല്ല, ആരുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. ഓക്കെ. ഇപ്പൊ നിങ്ങള് ലവ് സ്റ്റോറി അങ്ങനെ ഒരു വീഡിയോ ഇട്ട സമയത്ത് എന്താണ് ചിരിക്കല്ലേ, അമല് പറയുന്ന ഇപ്പൊ അവരുടെ കമന്റ് ബോക്സ് ഞാൻ കണ്ടാണ്, അമലിന് പൂജയുടെ വീട്ടുകാർ തിരിച്ചു വരണമെന്ന് ആഗ്രഹം ഇല്ല. നിനക്ക് അമലിന് പൂജയുടെ വീട്ടുകാർ തിരിച്ചു വരണമെന്ന് ആഗ്രഹമില്ല, അവരെ എന്താ തള്ളി പറയുന്ന പോലെയാണ് അമല് സംസാരിക്കുന്നത് എന്ന രീതിയിൽ കമന്റ് വരുന്നുണ്ട്. ആക്ച്വലി എന്താണ് അമലിന് പറയാനുള്ളത് അതിനെപ്പറ്റി? എനിക്കൊന്നും പറയാനില്ല. ഇല്ലല്ല, അങ്ങനല്ല. അല്ല, നേരെ തിരിച്ചാണ്. ഞാനാണ് അതേപറ്റി ആലോചിക്കുന്നത്. അല്ല, അമല അങ്ങനെ പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇവൻ എവിടെ പറഞ്ഞു? ഇവനാണ് അങ്ങനൊന്നുമില്ല. ഇവൻ എല്ലാതിരിക്കുമ്പോഴും ഇവൻ എന്നോട് എപ്പോഴും ഇങ്ങനെ ചോദിക്കും, വീട്ടുകാരെ പറ്റി ഇങ്ങനെ ചോദിക്കും. നിനക്ക് വീട്ടിലോട്ട് പോണോന്ന് തോന്നില്ലേ, വീട്ടുകാരെ കാണണോന്ന് തോന്നില്ലേ? ഇവ ഇങ്ങനെ അവരായിട്ട് ഇവനാണ് കൂടുതലായിട്ട് എന്റെ അടുത്ത് പറയുന്നത്. ഞാൻ ഓർക്കുന്ന പോലും ഇല്ല, ഞാൻ ഇവിടുത്തെ മൂഡിൽ അങ്ങനെ അങ്ങ് പോവാ. ഇവ ഇരുന്നിട്ട് ഇങ്ങനെ ചോദിക്കും, എടി നീ എന്ത് ഓർക്കുന്നില്ല, നിനക്കൊരു വിഷമം ഇല്ലേ,
അച്ഛന്റെ കാര്യം ഓർക്കുന്നില്ല, അവർക്ക് ഇപ്പൊ എവിടെ ആയിരിക്കും ഒന്നും ഇവനാണ് ഒരു എല്ലാ ദിവസവും ഇവ അവരെ പറ്റി എന്നോട് സംസാരിക്കും. എല്ലാ ദിവസവും അടക്കൊക്കെ ഞാൻ പക്ഷെ എപ്പോഴും പറയുന്നില്ല. ഓർക്കുന്നത് പോലും ഇല്ല, അറിയാവോ? എന്താ പറയാ, കാണണം എന്ന ആഗ്രഹം ഉണ്ടോ? എന്നോട് ഇങ്ങനെ ചോദിക്കും വിഷമമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും വന്നിട്ട്. അല്ല അവരെ മിസ്സാവുന്നുണ്ടോ ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കും. അത്രേ ഉള്ളൂ. ഞാൻ പറയാം എനിക്ക് വിഷം വരുന്നു. അല്ല അടുത്തൊക്കെ തന്നെ, അപ്പൊ പിന്നെ വലിയ മിസ്സിംഗ് ഒന്നും കാണത്തില്ല. പിന്നെ പിന്നെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ കൊണ്ടുപോകും ഞാൻ. ചുമ്മാ അങ്ങനത്തെ പരിപാടി ഉണ്ട്. വീട്ടിലാരും ഇല്ല. വീട്ടിലാരും ഇല്ല, ആരും കാണത്തില്ല. ഇല്ല ഇല്ല, എല്ലാരും അമ്മയുടെ വീട്ടിലാ. ആണോ? അപ്പൊ എന്റെ വീട്ടിലാരും ഇല്ല. പിന്നെ ഇതിന് അവിടെ വഴി പോകുന്നേ? ചുമ്മാ വീടൊന്നും സ്വന്തം വീടില്ല, ആ വഴിയൊക്കെ ഇങ്ങനെ പോകും. ചുമ്മാ